ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിക്കുവാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നാം ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണേ എന്ന് ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊണ്ടവനായി മാറണമെങ്കിൽ രണ്ട് സാക്ഷ്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്കറിയാം. ഒന്നാമത്തെ, കഴിഞ്ഞ എൻ്റെ സിറ്റിംഗ് ഞാൻ സൂചിപ്പിച്ച അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന് പറയുന്ന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത്. രണ്ടാമത്തെ സാക്ഷ്യവാക്യം അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതാണ്. ഇത് രണ്ടും പറഞ്ഞവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും പാടില്ലാത്തതാണ് അസ്സലാഹ് അൽ മഫ്റൂല അൽ മക്തൂബ, നിർബന്ധിതമായ നമസ്കാരം. ഇത് വളരെ ഇമ്പോർട്ടൻ്റായ കാര്യമാണ് ഒരു മനുഷ്യൻ്റെ, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ. നമസ്കാരം, ഈ നമസ്കാരം എന്ന് പറയുന്നതാണ് ഒരാൾ മുസ്ലിമാണോ നോൺ മുസ്ലിമാണോ എന്നത് തിരിച്ചറിയാനുള്ള അവൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ. അവൻ നമസ്കാരം നിർവഹിക്കുന്നോ ഇല്ലേ എന്നുള്ളതാണ്. പ്രവാചക തിരുമേനി ഇപ്രകാരം ഉണർത്തുകയുണ്ടായി: അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്സലാഹ് ഫമൻ തറക്കഹാ ഫഖദ് കഫർ. തങ്ങൾക്കും അഥവാ മുസ്ലിങ്ങൾക്കും മുഅ്മിനുകളല്ലാത്ത മറ്റുള്ള ആളുകൾക്കും ഇടയിലുള്ള വ്യത്യാസം തന്നെ, കരാർ തന്നെ, അത് നമസ്കാരമാണ്. അതാരെങ്കിലും ബോധപൂർവം ഉപേക്ഷിക്കുന്നുവെങ്കിൽ അവൻ സത്യനിഷേധിയാണ് എന്ന് പ്രവാചകൻ ഉണർത്തി. അതിനാൽ തന്നെ പ്രായപൂർത്തിയെത്തുകയും വിവേകമുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് ഒരു മനുഷ്യന്, ഒരു മുസ്ലിമിന് നമസ്കാരം ഉപേക്ഷിക്കുവാൻ പാടില്ല തന്നെ. നമസ്കാരം അത് അതിൻ്റേതായ സമയം അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ ഓൺ ടൈമിൽ തന്നെ നമസ്കാരം നിർവഹിക്കേണ്ടതുമാകുന്നു. ഇന്നസ്സലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂത. നമസ്കാരം എന്ന് പറയുന്നത് അതിന് ഓരോന്നിനും കൃത്യമായ സമയം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ ആ സമയത്ത് തന്നെ അത് അനുഷ്ഠിക്കേണ്ടതത്രേ. നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ അശ്രദ്ധ കാണിക്കുവാൻ പാടില്ല. സമയമാണെങ്കിലും, ചെയ്യുന്ന കർമ്മത്തിൻ്റെ വിഷയത്തിലാണെങ്കിലും, അതിൻ്റെ പ്രാർത്ഥനകളുടെ വിഷയങ്ങളിലാണെങ്കിലും അതിനെക്കുറിച്ച് അശ്രദ്ധ കാണിച്ച് തനിക്ക് തോന്നിയ രീതിയിൽ നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് ഗുരുതരമായ കുറ്റമാണ് എന്ന് ഖുർആൻ ഉണർത്തി. നരകശിക്ഷ ഏറ്റുവാങ്ങുന്ന ആളുകളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ ഉണർത്തിയത് അവർ അല്ലദീനഹും അൻ സലാത്തിഹിം സാഹൂൻ എന്നതാണ്. അത് ടൈമായിരിക്കാം, അവൻ ചെയ്യുന്ന ദിക്റുകളും ദുആകളുമായിരിക്കാം, അതുപോലെ തന്നെ അവൻ നമസ്കാരത്തിൽ പാലിക്കേണ്ട കോൺസെൻട്രേഷനായിരിക്കാം. ഇതൊക്കെ ഇല്ലാതെ എങ്ങനെയെങ്കിലും സമയം തെറ്റിക്കൊണ്ട് അശ്രദ്ധമായി നമസ്കരിക്കുന്നത് അതിൻ്റെ ഫലം നേരെ വിപരീതമാകുമെന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. കുട്ടികളോട് പോലും പ്രവാചക തിരുമേനി നമസ്കാരത്തെക്കുറിച്ച് ശീലിപ്പിക്കുവാൻ രക്ഷിതാക്കളോട് ഉണർത്തിയിട്ടുണ്ട്. മുറൂ സുബിയാനക്കും ബിസ്സലാവഹും അബ്നാഉ സബ്ഇ സനീൻ. 7 വയസ്സ് പ്രായമായാൽ നമസ്കരിക്കുവാനുള്ള ശീലമുണ്ടാക്കണം മക്കളിൽ. നമസ്കരിച്ചിട്ടില്ലെങ്കിലോ 10 വയസ്സായിട്ടും അത് ചെയ്യാത്തവനെ വദ്രിബൂഹും അലൈഹാ വഹും 10 സിനീൻ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി. 10 വയസ്സായ മക്കൾ നമസ്കാരം ശീലിക്കുന്നില്ലെങ്കിൽ അവരെ ശിക്ഷിച്ചുകൊണ്ട് നിങ്ങൾ നമസ്കരിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, നാം ഓരോരുത്തരും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ സമയബന്ധിതമായി അത് കൃത്യമായി നിർവഹിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതത്രേ. ഖുർആൻ നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു: ഹാഫിദു അലസ്സലാത്തി വസ്സലാത്തിൽ വുസ്താ വഖൂമു ലില്ലാഹി ഖാനിതീൻ. നമസ്കാരത്തിൻ്റെ വിഷയങ്ങളിൽ പലപ്പോഴും തന്നെ വീഴ്ചകൾ വന്നു പോകുന്ന 2 നമസ്കാരങ്ങളുണ്ട്. അതൊന്ന് അസർ നമസ്കാരമാണ്, അതുപോലെ തന്നെ സുബഹ് നമസ്കാരമാണ്. നമ്മൾ ജോലി ചെയ്ത് ക്ഷീണിച്ചവൻ റെസ്റ്റ് എടുക്കുന്ന സമയം, രാത്രികാലങ്ങളിൽ ഉറക്കിൽ അകപ്പെട്ടു പോകുന്ന സമയമാണ് മറ്റൊന്ന്. ഇത് രണ്ടും നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ അശ്രദ്ധ കാണിക്കുന്ന ആളുകളുണ്ട്. പ്രവാചക തിരുമേനി വിശ്വാസികളോട് ഉണർത്തി ആ 2 നമസ്കാരത്തിൻ്റെയും ശ്രേഷ്ഠതകൾ മനസ്സിലാക്കിയാൽ മുട്ടുകുത്തി ഞരങ്ങിയിട്ടാണെങ്കിലും അവർ അത് നിർവഹിക്കുമായിരുന്നു എന്ന് പ്രവാചകൻ ഉണർത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ നമസ്കാരം അത് രോഗിയാണെങ്കിലും ആരോഗ്യമുള്ളവനാണെങ്കിലും സമ്പന്നനാണെങ്കിലും മുതലാളിയാണെങ്കിലും ഏത് സമയത്തും നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. മരണയാതനയിൽ പ്രവാചകൻ
പ്രവാചകൻ്റെ വസിയ്യത്ത് അസ്സലാ എന്നതായിരുന്നു. അതുകൊണ്ട് നമസ്കാരം വിടവാങ്ങുന്നത് വരെയും നമസ്കാരം നിങ്ങൾ നിലനിർത്തണേ എന്ന് ഉണർത്തുന്നു. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. കൃത്യമായി നമസ്കാരം നിലനിർത്തുന്ന വിശ്വാസികളിൽ നമ്മെയും നമ്മുടെ മക്കളെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.